ഇന്നൊരു സ്പെഷ്യൽ ഡേ ഉണ്ടാ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു ആ വീടിൻ്റെ അവിടെ നിന്ന് കയാക്കിന് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിന് കയാക്കിൻ്റെ അവിടെ പോകാനുള്ള പരിപാടി. അപ്പോൾ ഇന്നാണ് അതിന് സെറ്റപ്പായത്. അപ്പോൾ ആ ട്രാക്ക് നമുക്കിങ്ങനെ പോയി നോക്കാം. കൂടെ മാമട മോനുണ്ട്. നമ്മളെ താജിക്കട കടമാണ് കാണുന്ന വീടുണ്ട. ആ വീട് കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പുറത്തിന് ഞങ്ങൾ പണ്ടത്തെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ വഴിയിൽ ഞാൻ കയറുന്നത്. വീടിൻ്റെ മേലെ ഒരു അറുണ്ട് കേട്ടോ. പണ്ടൊക്കെ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറാമെങ്കിൽ പേടിയാ. ഇതൊരു മുറിയായിരുന്നു. ഉള്ളിൽ കയറിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു സ്റ്റെയർ കേസ് റൈറ്റ് സൈഡിൽ കണ്ടോ സ്റ്റെയർ കേസ് ഉണ്ടോ? കേട്ടോ ഇതൊരു മുറിയായിരുന്നില്ല. ഇപ്പോഴും പണ്ടത്തെ കോഴിവാലൻ ചെടിയൊക്കെ ഇല്ലേ, ആ ചെടിയൊക്കെ ഇവിടെ കാണാം. ഇതൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇങ്ങനെ നടവഴിയായിരുന്നു കേട്ടോ. ഇതൊക്കെ പോകാനുള്ള നടവഴി രണ്ടുപേര്. പഴയ ഒരു കാലത്തേക്ക് പോയൊരു ഫീൽ തോന്നിയിട്ടാണ് അവിടെ വന്ന് നിന്നപ്പോൾ. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ട് എനിക്ക്. നമ്മളിനി തിരിച്ചു പോകുന്ന വഴിയിലേക്ക് ഇങ്ങനെ കയറി കയാക്കട കിടുന്നുണ്ട്. നൈസ് കടവുണ്ട് എപ്പോഴും. വലിയ കംപ്ലൈൻറ്റും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും പുതുക്കി പണിതുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ഇവിടെ നൈസായിട്ട് ഒന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല. ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പണി നമ്മളപ്പം കൂടിയിട്ടാ. ഇവൻ്റെ പേര് ഇത്തിരി. ആകെ ഇത്തിരി ഗോളുള്ളോ. കുണ്ടുന്നാക്കേണ്ട അവസ്ഥ ഒന്നും എവിടെ നിന്നാക്കണ്ടോ അവിടെ തന്നെ കുണ്ടുന്നാക്കിയിട്ടിട്ടുണ്ടാവും. ഇവൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തള്ളൊക്കെ അന്വേഷിക്കും. പക്ഷെ പോണ അവസ്ഥ ഇല്ല. ആലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നിൽക്കണം. ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. കൊണ്ടുപോയാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വിഷയം. ചിലപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്കായാലോ. നാളെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇല്ല പിന്നാലെ തന്നെ ഉണ്ടവൻ. വരുന്നവൻ എത്രയും മുന്നോട്ട് പോകണം. വരും. അത് വിഷയം ഓടിക്കറാ. നാളത്തെ ഒരാഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ മമ്മയുടെ മുന്നും കൂടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പോവാ. അങ്ങനെ കാണാനില്ല കേട്ടാ. അവിടെ പോയി. എവിടെ അവിടെ നിൽക്കണ്ടാ? അവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പരതി നോക്കിയിരിക്കുന്നുണ്ട്. നോക്കുന്ന എന്തായി പോണേ. എന്താ ഇത് പുള്ളിട്ടാ. പുള്ളിയുടെ ചെറിയ പുളി ഇങ്ങനെ ഉണ്ടായി വരുന്നു. ആ വിട്ടോ ഇനി കയറിട്ടോ. ചെറിയ ചെറിയ പുളിട്ടോ. ഇതെന്താ പുളി? ചെറിയ പുളി. നമുക്ക് നോക്കാം. അധികം പുളിയില്ലല്ലോ അജുവാ. ഒരു പുളിങ്കുരൊക്കെ കടിച്ചൊരു ടേസ്റ്റില്ലേ? പുളിങ്കുരു കടിക്കുമ്പോൾ ഒരു പുളിയും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഇരിക്കും. പുളി വലുതാവുന്നുള്ളൂ. അറിയില്ലട്ടോ, ചിലപ്പോൾ ഉണ്ടായി വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ എല്ലാ പുളി ഒരേ സൈസാ. ഗൈസ് നമ്മളെ ഈവനിങ് ബാച്ച് പോവണ്ട. ഈവനിങ് ബാച്ച് ടീം റെഡി ആയിട്ടുണ്ട്.